ഇന്നത്തെ മലയാള മനോരമ, മാതൃഭൂമി ദിനപത്രങ്ങൾ എടുത്താൽ വാർത്തകളുള്ള ഒന്നാം പേജിലേക്ക് എത്തുന്നതിന് ശകലം സഞ്ചരിക്കേണ്ടി വരും. ചിലപ്പോൾ മറ്റു പത്രങ്ങളുടെയും സ്ഥിതി അതായിരിക്കാം. നമ്മൾ ഈ രണ്ട് പത്രങ്ങളാണ് രാവിലെ കണ്ടത്. നമുക്ക് ഇസ്രായേൽ, അമേരിക്ക, ഇറാൻ യുദ്ധം, അതിൻ്റെ വിശദാംശങ്ങൾ അറിയണം. പശ്ചിമേഷ്യയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പത്രവാർത്തകളിലൂടെ മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയേ പറ്റൂ. രണ്ട് ജാക്കറ്റ് പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങളുടെ ഒന്നാം പേജിൽ മുഴുവൻ പേജ് പരസ്യങ്ങൾ, അതിനെയാണ് ജാക്കറ്റ് പരസ്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഈ രണ്ട് പത്രങ്ങളില് രണ്ട് ജാക്കറ്റ് പരസ്യങ്ങളെ തള്ളി നീക്കിയാൽ മാത്രമേ നമുക്ക് വാർത്താ പേജിലേക്ക് എത്താൻ പറ്റൂ. ആദ്യത്തേത് കേരള സർക്കാരിന്റെ, രണ്ടാമത്തേത് കേന്ദ്ര സർക്കാരിന്റെയാണ്. കേരള സർക്കാർ ഈ പണി തുടങ്ങിയിട്ട് കുറേ ദിവസമായി കേട്ടോ. ഓരോ പത്രങ്ങളിലും ഫുൾ പേജ് പരസ്യങ്ങൾ അങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ അതനുസരിച്ച് ചെലവഴിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഏറ്റവും രസകരമായ ഒരു പരസ്യം നമ്മൾ കാണുകയുണ്ടായി. അത് പക്ഷേ മനോരമയിലും മാതൃഭൂമിയിലും വന്നില്ല കേട്ടോ. അവരക്കാര്യത്തിൽ ശകലം അന്തസ്സ് കാണിച്ചു. ആ പരസ്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ UDF സർക്കാരിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരസ്യം, അതിനോടൊപ്പം മറ്റൊരു ഫുൾ പേജ് പരസ്യം, അതായത് ഈ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളത്. PRD ഇറക്കിയതാണ്. PRD അങ്ങനെ പരസ്യങ്ങൾ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതത് സർക്കാരുകളുടെ നേട്ടങ്ങൾ, മികവ് നാട്ടുകാരെ അറിയിക്കുന്നതിന് വേണ്ടി അങ്ങനെ പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും അതിൽ സത്യത്തിന്റെ അംശം കുറവായിരിക്കും. പക്ഷേ ഒരു മുൻകാല സർക്കാരിനെ ആക്ഷേപിക്കുന്ന പരസ്യം, അത് രാത്രി 8 മണിക്കാണ് PRD പത്രമാഫീസുകളിൽ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ മനോരമയും മാതൃഭൂമിയും അത് കൊടുക്കാൻ തയ്യാറായില്ല. അത് മാധ്യമപരമായ എല്ലാ ധാർമ്മികതകൾക്കും എതിരായതുകൊണ്ടാണ്. അങ്ങനെ ആരും ചെയ്യാറില്ലാത്തതുകൊണ്ടാണ്. ഹിന്ദു പോലും കൊടുത്തു കേട്ടോ. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ വലിയ നിഷ്ഠ പുലർത്തുന്ന ഒരു പത്രമായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആ പത്രം പോലും കൊടുത്തു ഈ മലയാളത്തിലുള്ള ഈ പരസ്യ പേജുകൾ. അപ്പൊ ഇന്ന് നമ്മുടെ ഒന്നാം പേജില് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച പരസ്യമാണ്. ഇത് കണ്ടാൽ തോന്നുക കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ച പാലമാണ് പെരുമ്പളം പാലം എന്നാണ്. ഇങ്ങനെ സംസ്ഥാന സർക്കാർ ഇങ്ങനെ നിരന്തരം എന്നോണം പത്രങ്ങളിലും ചാനലുകളിലും നിറയെ പരസ്യം കൊടുക്കുന്നത് കണ്ടപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇരിക്കപ്രതി ഇല്ലാതായി. അവർ കുറെ ദിവസമായി തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട പത്രങ്ങളുടെ മാസ്റ്റ് ഹെഡിന് താഴെ, അതായത് മലയാള മനോരമ, മാതൃഭൂമി എന്നൊക്കെ അവരുടെ തലക്കെട്ട് ഇടുന്നതിന് തൊട്ട് താഴെ 8 കോളം 5 സെന്റിമീറ്റർ വലിപ്പത്തില് കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ഒരു പരസ്യം കുറെ ദിവസങ്ങളായിട്ട് കൊടുത്തു വരുന്നുണ്ടായിരുന്നു. വികസിത ഇന്ത്യക്കായിട്ട് വികസിത കേരളം, അതാണ് അതിന്റെ ഒരു ടാഗ് ലൈന്. കാരണം ഇലക്ഷൻ വരികയാണല്ലോ. കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നാട്ടുകാരെ അറിയിക്കണമല്ലോ, അല്ലെങ്കിൽ അവർക്ക് വൈകിട്ട് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒന്നാം പേജ് ജാക്കറ്റ് പരസ്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കുന്നത് കണ്ടപ്പം കേന്ദ്രത്തിനൊരു ഇരിക്കപ്പുറതിയില്ലായ്മ. അങ്ങനെയാണ് ഇന്ന് മലയാള മനോരമ, മാതൃഭൂമി പത്രങ്ങളില് രണ്ടാമത്തെ ജാക്കറ്റ് പരസ്യമായിട്ട് ഈ വികസിത ഭാരതത്തിനായി വികസിത കേരളം പരസ്യം വന്നിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ അങ്ങനെ കേന്ദ്രത്തിന് തോൽക്കാൻ പറ്റുമോ? അത് ശരിയല്ലല്ലോ. അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഒന്നാം പേജില് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യം എന്ന രീതിയിലേക്ക് മാറിയത്. നാളെ ഇതൊക്കെ തുടരുമായിരിക്കും. പത്രങ്ങളുടെയും ചാനലുകളുടെയും ഭാഗ്യകാലമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവര് പ്രാർത്ഥിക്കുന്നത് 5 വർഷത്തിലൊരു തെരഞ്ഞെടുപ്പ് എന്നത് പോരാ, 2.5 വർഷം വീതം കൂടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ നന്നായി എന്നുള്ളതാണ്. കേരള സർക്കാരിന്റെ ഇന്നത്തെ ഒന്നാം പേജ് പരസ്യം പറഞ്ഞല്ലോ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ളതാണ്. ഇന്നലെ മറ്റൊന്നായിരുന്നു, അതായത് താമരശ്ശേരി ചുരത്തില് കോഴിക്കോട് നിന്ന് വയനാടിന് പോകുന്ന വഴിക്ക് ഒരു തുരങ്ക പാത ഉണ്ടാക്കുന്നു. പാറ തുരന്ന് നമുക്ക് ഈ ചുരം ഒഴിവാക്കി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പാത, തുരങ്കപ്പാത. അതൊക്കെ നമ്മൾ ആലോചിച്ച് കടലാസിൽ പകർത്തി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതിന്റെ മേലൊരു പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഓസ്ട്രേലിയയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്നാണ് പരസ്യം വായിച്ചപ്പോൾ മനസ്സിലായത്. ഇനി അടുത്ത സർക്കാരോ അതിനടുത്ത സർക്കാരോ ആയിരിക്കും ഇത് നടപ്പാക്കുക. പക്ഷെ നമുക്ക് ഉദ്ഘാടനം ചെയ്യണമല്ലോ, അതിന്റെ പണിയൊന്ന് തുടങ്ങി വെക്കണമല്ലോ. അതിന് പറഞ്ഞ ഫസ്റ്റ് ബ്ലാസ്റ്റ് അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. അതായത് പാറ തുറക്കണമല്ലോ, അതിന് തമിഴടിച്ച് പാറ പൊട്ടിക്കണം, അതിന്റെ ഉദ്ഘാടനം, പാറ പൊട്ടിക്കലിന്റെ ഉദ്ഘാടനം, അത് വളരെ ആഘോഷമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി നടത്തുന്നു. അതിന്റെ പരസ്യമായിരുന്നു ഇന്നലെ. ചെറുപ്പകാലത്ത് ഈ വലിയ പാറകൾ പൊട്ടിക്കുന്നിടത്ത് പോയി നിന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. തമിഴടിച്ച് അതിനുള്ളിൽ വെടിമരുന്ന് കുത്തി നിറച്ച് അവിടെ നിന്ന് ഒരു തിരി, ഒരു കരിമരുന്ന് തിരി വളരെ ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് അതിന് തീ കൊടുത്തു. അതിങ്ങനെ കത്തി വന്ന് തമിഴടിച്ച കുഴിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കി. അങ്ങനെയാണ് പാറ പൊട്ടിക്കുന്നത്. ഇന്നിപ്പോ കുറച്ചുകൂടെ സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു. 200 മീറ്റർ അകലെ നിന്നൊരു സ്വിച്ച് അമർത്തിയപ്പം വലിയ ശബ്ദത്തോടുകൂടി പാറ പൊട്ടിത്തെറിച്ചു. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ
ദിവസവും നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ക്വാറികൾക്കൊക്കെ നിയന്ത്രണം വന്നുകൊണ്ട് അല്പം കുറഞ്ഞതേ ഉള്ളൂ, ഇല്ലാതായിട്ടില്ല. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി താമരശ്ശേരി ചുരത്തിൽ ചെന്നിട്ട് നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പരസ്യം, ഇന്നലെ താമരശ്ശേരിയിലെ തുരങ്കപാതയുടെ കല്ലുമുട്ടിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം. ഈ പരസ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അത് കിബിയാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്, കേരള സർക്കാരല്ല. നേരത്തെ തുടർച്ചയായിട്ട് വന്ന പരസ്യങ്ങളൊക്കെ PRDയുടേതാണ്, ഇത് കിബിയുടേതാണ്. പരസ്യത്തിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായിട്ട് കിബിയുടെയൊക്കെ ലോഗോ ഒക്കെ വെച്ചിട്ട് കുതിച്ചു കേരളം കിബി എന്ന ഒരു തലക്കെട്ടോടുകൂടി അല്ലെങ്കിൽ ഒരു ലോഗോയോട് കൂടിയാണ് ഈ പരസ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. മറ്റൊന്ന് ശ്രദ്ധിക്കണം, അതില് ഉദ്ഘാടകൻ ഈ രണ്ടിടത്തും നമ്മുടെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് താഴെ ബഹു മുഖ്യമന്ത്രി എന്നതിനൊപ്പം ചെയർമാൻ കിബി എന്നും ചേർത്തിട്ടുണ്ട്. മറ്റു പരസ്യങ്ങളൊക്കെ നേരത്തെ വന്ന പരസ്യങ്ങളൊക്കെ ഈ PRDയുടേതാ. അതിന് ഒന്നായി തുടരാം നവകേരളത്തിലേക്ക്, അതാണ് അവരുടെ പരസ്യങ്ങളുടെയൊക്കെ മുകളിൽ വരുന്ന ലോഗോ. അത് സർക്കാരിന്റെയാണ്, ഇത് കിബിയുടെയാണ്. ഇത് രണ്ടും കണ്ടാൽ നമുക്ക് എന്താ തോന്നുക? അത്യാവശ്യം ചിന്തിക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് സംസ്ഥാന സർക്കാരിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ കിബി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോ കിബിയാണ് എല്ലാം തീരുമാനിക്കുന്നത്, നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാർ 1 രൂപ ചെലവഴിക്കണമെങ്കിൽ അതിന് ധനാഭ്യർത്ഥന നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കണം. നിയമസഭയുടെ ഉത്തരവാദിത്വമുണ്ട്. കിബി എന്ന് പറയുന്ന ഈ സംഭവത്തിന് ആരോടും ഉത്തരവാദിത്വമില്ല, സർക്കാരിനോടില്ല, നിയമസഭയോടില്ല. അപ്പൊ ഏതാണ്ടൊരു സമാന്തര സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് ഇന്ന് 2 പദവികൾ വഹിക്കുക. ഒന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, 2 ഈ കിബിയുടെ ചെയർമാൻ. എന്തുകൊണ്ട് കിബി സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരുന്നില്ല? അത് നിയന്ത്രണത്തിലല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെരുമ്പളം പാലവും താമരശ്ശേരി തുരങ്കപ്പാതയും ഒക്കെ PWയുടെ പദ്ധതികളാണ്. അതിന് പരസ്യം കൊടുക്കുന്നത് PWDയാണ്, പക്ഷെ കൊടുക്കുന്നത് കിബിയാണ്. കാരണം അവരാണ് പണം മുടക്കുന്നത്. കിബി എന്ന് പറഞ്ഞാല് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിയന്ത്രണം ഉണ്ടെന്ന് ഒഴിച്ചാൽ അത് വിപണിയിൽ നിന്ന് മുടിഞ്ഞ പലിശയ്ക്ക് പണം കടം വാങ്ങിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനമാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്നതെന്നാണ് ഈ പരസ്യങ്ങള് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ, കിബിയുടെ മാത്രമല്ല. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു പരസ്യം എന്താ അറിയോ? നമ്മുടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ KSFEയുടെ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നു. ഏതാണ്ട് 4 പേജ് പരസ്യം, കൃത്യവലിപ്പം ഓർക്കുന്നില്ല, ഒരു പരസ്യം കൊടുത്തിരിക്കുക. എന്തിനും ഏതിനും പരസ്യം. നമ്മുടെ ഖജനാവിന്റെ സ്ഥിതി ഇവിടെ എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നമ്മുടെ കടം എന്ന് പറയുന്ന 6 ലക്ഷം കോടി രൂപയായിട്ട് മാറിയിരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ കടം 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ അത് ഏതാണ്ട് 1.5 അല്ലെങ്കിൽ 1.2 ലക്ഷം കോടിയായിരുന്നു. അതാണ് ഇപ്പോൾ 6 ലക്ഷം കോടിയായിട്ട് മാറിയിരിക്കുന്നത്. ഈ പണമെല്ലാം, ഈ ധൂർത്ത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ പിണറായി വിജയന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരം നവോത്ഥാന യാത്രകള്, നവോത്ഥാന കേരള സദസ്, ലോക കേരള സഭ, ഇങ്ങനെ എത്രയെത്ര ധൂർത്തുകള്. അയ്യപ്പ സംഗമത്തിന്റെ കഥ തീർന്നിട്ടില്ല. വിശ്വസിക്കാൻ മേലാത്ത തരത്തിലുള്ള ധൂർത്താണ് നടന്നത്. കള്ളക്കണക്കാണ് ആദ്യം ഹൈക്കോടതിക്ക് സമർപ്പിച്ചത്. വേറെ കണക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഹൈക്കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ. അതുപയോഗിച്ച് പരസ്യങ്ങളുടെ കുത്തൊഴുക്ക്. എത്ര കോടി രൂപയാണ് കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് വോട്ട് നേടുന്നതിന് വേണ്ടി ചെലവഴിച്ചത് എന്നത് ആലോചിച്ചാൽ ജനങ്ങളോട് ബാധ്യതയും ഉത്തരവാദിത്തത്തോടും ഒരു ഗവൺമെന്റ് പോലും ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതാ. എല്ലാ കാലത്തും ഗവൺമെന്റുകൾ പരസ്യം കൊടുക്കും, സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പറയും, ചിലപ്പോൾ ചില ശിലാസ്ഥാപനങ്ങൾ കല്ലിടലിന്റെ ഒക്കെ പരസ്യങ്ങളൊക്കെ വരും. പക്ഷെ ഇത് സമാനതകളില്ലാത്ത ധൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പ്രസവ ശസ്ത്രക്രിയക്കിടെ ഉദരത്തിൽ കത്രിക അകപ്പെട്ട് 5 വർഷം വേദന തിന്ന് ജീവിച്ച KK ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതി. അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തതാ ഉഷ ജോസഫ് എന്ന രോഗിണി. അവരുടെ വയറ്റിൽ ഇതുപോലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരും മറന്നു വെച്ച കത്രിക 5 വർഷമാണ് അവിടെ ഇരുന്നത്. നമ്മുടെ ഡോക്ടർമാർ അതിനെക്കുറിച്ച് പറഞ്ഞത് 5 അല്ല 50 വർഷം കത്രിക അവിടെ ഇരുന്നാലും കുഴപ്പമില്ലെന്നാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത് പഴങ്കഥയായി മാറിയിരിക്കുക. ഇതുവരെ ആ സമരം തീർക്കുന്നതോടെ എന്തെങ്കിലും പരിശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ധനകാര്യമന്ത്രി അവരുടെ പ്രതിനിധിയെ കണ്ടു, അത് മാത്രമാണ് ഉണ്ടായത്. ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ നവംബറിൽ 2-ാം തീയതിയാണെന്ന് തോന്നുന്നു, കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മദ്യപൻ ആ കുട്ടിയെ ബലമായിട്ട് ഉന്തി തീവണ്ടിയുടെ പുറത്തേക്ക് തള്ളിയിട്ടു.
ഗുരുതരമായ പരിക്കുകൾ പറ്റി. പക്ഷെ ഇപ്പൊ ആ പരിക്കുകളൊക്കെ സാമാന്യം ഭേദപ്പെട്ടൊരു രണ്ടാം ജന്മത്തിന്റെ ഭാവത്തിൽ നിൽക്കുക. പക്ഷെ ആ കുട്ടിക്ക് തുടർ ചികിത്സയ്ക്ക് സാമ്പത്തിക ശേഷിയില്ല, ബുദ്ധിമുട്ടുകയാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ നടക്കുമ്പോഴാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നന്നാക്കുന്നതിന്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങള് ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഈ തരത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷനയ്ക്കോ ഉഷ ജോസഫിനോ ഒന്നും ചികിത്സാ സഹായം കൊടുക്കുന്നതിന് സർക്കാരിന്റെ കൈവശം ഒരു പൈസയില്ല. ചികിത്സാ പിഴവ് കൊണ്ട് കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് കൃത്രിമ കൈ വെച്ചു കൊടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഉഷ ജോസഫിനെ അമൃത ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും ശസ്ത്രക്രിയ ചെയ്ത് ഈ കത്രിക പുറത്തെടുത്തത് KC വേണുഗോപാലിന്റെ ശ്രമഫലമായിട്ടാണ്. ഇവിടെ കഴുത്തുളക്കി കിടക്കുന്ന നമ്മുടെ ആരോഗ്യരംഗത്തിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മളിവിടെ മഹാനടൻ മോഹൻലാലിനെ കൊണ്ട് പിണറായി വിജയനെ അഭിമുഖം നടത്തിക്കുന്ന തിരക്കിലാണ്. അതാണ് ഈ സർക്കാരിന്റെ പ്രയോറിറ്റി. എന്നിട്ട് അത് മലയാളത്തിലെ മുഴുവൻ ചാനലുകളിലും പണം അങ്ങോട്ട് കൊടുത്തിട്ട് സംപ്രേഷണം ചെയ്യുക. ഒരു പ്രമുഖ ചാനലിന് ഇതിന്റെ ഫീസായിട്ട് കൊടുത്തത് 75 ലക്ഷം രൂപയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ 20ഓളം ചാനലുകളില് ഈ അഭിമുഖം വന്നു. പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള അഭിമുഖം. അതിന്റെ നിർമ്മാണത്തിന് 11 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയെ ഒന്ന് അഭിമുഖം ചെയ്യുന്നതിന് അതിന് മോഹൻലാൽ എന്തെങ്കിലും ഫീസ് ഈടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം സൗജന്യമായിട്ട് ചെയ്തതാണ്. പക്ഷേ അതിന്റെ നിർമ്മാണത്തിന് 11 ലക്ഷത്തിലേറെ രൂപ ചെലവായി. സ്റ്റീവൻ ദേവസി എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തു. അതിന്റെ ചെലവ് 39 ലക്ഷം രൂപയായി എന്ന് പറയുന്നു. ഇനി വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ, അദ്ദേഹം നേരത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ആളാ. അദ്ദേഹത്തിന്റെ പാട്ട് വരികയാണ്. ചെലവ് 41.5 ലക്ഷം രൂപ. ഒരു ജാക്കറ്റ് പരസ്യത്തിന് മലയാള മനോരമയ്ക്ക് 2.5 കോടിയും മാതൃഭൂമിക്ക് 1.5 കോടിയുമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞില്ലേ, മുൻകാല സർക്കാരുകളെ ആക്ഷേപിക്കാൻ PRD ഉപയോഗിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഒരു വകുപ്പിനെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ പണം നൽകിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിലൊക്കെ ചൂട്ട് പിടിച്ചുകൊണ്ട് PRDയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ രംഗത്ത് വന്നിരിക്കുക. ഒരു PRD ഉദ്യോഗസ്ഥന്റെ ചാറ്റ് ഇപ്പോഴ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിൽ പറയുന്നത്, കനകോലു സംഘം പൂട്ടിച്ച സതീശന്റെ നുണകളെന്ന പേജിന് പകരം പുതിയ പേജ് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. റീലോഞ്ച് ചെയ്ത പേജും അവരുടെ പുതിയ പോസ്റ്റിന്റെ ടെക്സ്റ്റും ഇവിടെ താഴെ അയക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, PRD ഉദ്യോഗസ്ഥന്റെ ചാറ്റായി വായിച്ചത്. നുണകൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരുന്നതിന് നമ്മൾ ശക്തമായിട്ട് സംഘം ചേരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥനാ, PRDയിലെ ഉദ്യോഗസ്ഥൻ. അങ്ങനെ സർക്കാരിന്റെ സംവിധാനങ്ങളെ, സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ PR വർക്ക് അല്ലെങ്കിൽ പ്രതിച്ഛായ നിർമ്മാണം യാതൊരു തടസ്സവുമില്ലാതെ മുന്നേറുകയാണ്. അതിനി അടുത്ത ദിവസങ്ങളിൽ തുടരുകയും ചെയ്യും. മലയാളത്തിലെ വനിതാ ചലച്ചിത്ര സംവിധായകർക്ക് സർക്കാരിൽ നിന്ന് പണം കൊടുത്ത് അവരെ മീര നയ്യാർമാരും അഞ്ജലി മേനോന്മാരും ഒക്കെ മാറ്റുന്നതിന് ഒരു പരിപാടി നമ്മുടെ സർക്കാരിനുണ്ട്. 1.5 കോടി രൂപയാണ് കൊടുക്കുന്ന ഒരു സിനിമയുടെ നിർമ്മാണത്തിന്. അതിൽ തന്നെ 40,000 രൂപയോളം പബ്ലിസിറ്റി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പിടിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 1.25 കോടിയോ രൂപയാണ് ഒരു സിനിമ നിർമ്മിക്കുന്നതിന് സ്ത്രീകൾക്ക് സർക്കാർ കൊടുക്കുന്നത്. ഇതേപ്പറ്റി വലിയ വായിൽ ഖ്യാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഇവിടെ വേടന്റെ പാട്ടിന് 41 ലക്ഷം, സ്റ്റീവൻ ദേവസിയുടെ ആക്ഷൻ സോങ്ങിന് 39 ലക്ഷം അങ്ങനെ രൂപ ചെലവഴിക്കുന്നത്. ഇതേപ്പറ്റി സംസാരിച്ച കൂട്ടത്തില് കാര്യവിവരമുള്ളൊരു സുഹൃത്ത് ഇന്നലെ ചോദിച്ചു, സംസ്ഥാന സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുമ്പോൾ, പരസ്യക്കൂലിയായിട്ട് നൽകുമ്പോൾ ഇവരൊക്കെ സർക്കാരിന് അനുകൂലമായി പടച്ചുവിടുന്ന തെരഞ്ഞെടുപ്പ് സർവേ റിപ്പോർട്ടുകൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്ന് ന്യായമായ ഒരു ചോദ്യമല്ലേ? മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇതൊക്കെ പണം അങ്ങോട്ട് കൊടുത്ത് നടത്തുന്ന പ്രതിച്ഛായ നിർമ്മാണത്തെ കുറിച്ചാണ് പറഞ്ഞത്. 5 പൈസ മുടക്കാതെ ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ നടപ്പാക്കുന്ന ചില ആളുകളുണ്ട്. മലയാള ഭാഷാ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാര്യം. ഈ ബില്ല് അവതരിപ്പിച്ചതും പാസാക്കിയതും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരാണ്. പ്രതിപക്ഷം അതിനോട് യോജിച്ചു, ഏകകണ്ഠമായിട്ട് പാസാക്കിയ ബില്ല. അങ്ങനെ ഒരു ബില്ല് അങ്ങോട്ട് പാസാക്കി വിട്ടാൽ അത് ഒപ്പിടുക എന്നുള്ളത് ഗവർണറുടെ ജോലിയാണ്. അത് ചെയ്തതിന് നമ്മുടെ ഗവർണർക്ക് നെൽക്കറ്റയുമായിട്ട് 2 സാഹിത്യകാരന്മാര് ലോകഭവൻ സന്ദർശിച്ചിരിക്കുക. പ്രൊഫസർ ജോർജ് ഓണക്കൂറും കവി V മധുസൂദനൻ നായരും. ഇവര് നേരത്തെ ഡൽഹിയിലെത്തി നമ്മുടെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു നന്ദി പറയാൻ. ഏത് മലയാള ഭാഷാ ബില്ല് അംഗീകരിച്ചതിന്, രാഷ്ട്രപതി അംഗീകരിച്ചതിന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ബില്ല് എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഈ 2 സാഹിത്യകാരന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എന്താണ് ഇവർക്ക് ഇത്ര പ്രത്യേകത? ഈ ബില്ലിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ കാണുന്നു, പിന്നീട് ഗവർണറെ കാണുന്നു. ഇത് 5 പൈസ മുടക്കാതെ
ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ചിലരുടെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയുള്ള അഭ്യാസ പ്രകടനങ്ങളാണ്. നേരത്തെ ഇവിടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. അത് അന്നത്തെ സർക്കാരിന്റെ ശ്രമഫലമായിട്ടാ. ഒരു സാഹിത്യകാരന്മാരും ഇവരാരും നെൽക്കതിരുമായിട്ട് ആരെങ്കിലും കാണാൻ പോയ ചരിത്രമില്ല കേട്ടോ. പിന്നെ ഇതെന്തിനായിരുന്നു? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിനൂതനമായ അഭ്യാസങ്ങളുമായി അവർക്ക് ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് ഇറങ്ങിത്തിരിക്കുന്നതിന് ഉദാഹരണമായത്. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയാൻ ഒരുപക്ഷെ അടുത്ത ജാനുവരി വരെ നമ്മളെ കാത്തിരിക്കേണ്ടി വന്നേക്കാം.